ഓരോ ഭർത്താക്കന്മാരോടും ഞാനൊരു നല്ല ഭർത്താവ് എങ്ങനെ എന്നാ സൂചിപ്പിക്കുന്നത്. കാരണം ഇതാരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനോ മറ്റാരെങ്കിലും നമ്മളെ കുറിച്ച് നല്ലത് പറയാനോ അല്ല, മറിച്ച് നാളെ റബ്ബിന്റെ അരികിലേക്ക് എത്തുമ്പോൾ സ്വന്തം കടമ നിർവഹിക്കുന്ന ഒരു മനസ്സോടുകൂടി ജീവിച്ചവരാകണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ഭർത്താക്കന്മാര് ചോദിക്കാറുണ്ട്, അതിനുസ്താദേ ഭാര്യ അങ്ങനത്തെ ഒരു തിഹാവണ്ടേ, ഒരു സ്വൈര്യ പെണ്ണ് തരുന്നില്ല, വീട്ടിക്ക് കയറിച്ചെല്ലാം തോന്നുന്നില്ല. അതിനർത്ഥം പെണ്ണ് ചെയ്യുന്ന അതേ തോന്നിയാസം നമ്മൾ ചെയ്യണം എന്നല്ല. നമ്മൾ ചെയ്യുന്നതിന് ഈ ദുനിയാവിൽ തന്നെ തിരിച്ചു കിട്ടണം ആഗ്രഹിക്കാനും നമുക്ക് വകുപ്പില്ലെങ്കിൽ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് അത് നീക്കിവെച്ച് എന്റെ കടമ ഞാൻ നിർവഹിക്കുന്നു, ഈ ദുനിയാവിൽ എന്റെ പെണ്ണെനിക്കൊരു പരീക്ഷണമായിരിക്കും എന്ന് ചിന്തിക്കണം. അല്ലാതെ അവൾ നന്നാവുന്നില്ല, അവൾ എന്നെ പരിഗണിക്കുന്നില്ല, ഒരു സ്വൈര്യം തരുന്നില്ല, വീട്ടിലൊരു സ്വസ്ഥതല്ല, നാവിന് നീട്ടുള്ള പെണ്ണാണ് എന്ന് കൂട്ടുകാരോടും കുടുംബക്കാരോടും പരാതി പറഞ്ഞാൽ അവനാന്റെ പെണ്ണിനെ അപമാനിക്കലും കുടുംബം നശിക്കലും മാത്രമേ അവിടെ രക്ഷയുള്ളൂ. അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ എനിക്കെന്റെ റബ്ബ് തന്നൊരു പരീക്ഷണമാകാം ഇങ്ങനെയുള്ള എന്റെ തുണ എന്ന് ചിന്തിച്ച് ആ പെണ്ണിനോടൊപ്പം നാളെ റബ്ബിന്റെ കോടതിയിൽ പടച്ചോൻ ചോദ്യം ചെയ്യപ്പെടുമ്പം ആ റബ്ബിന്റെ മുൻപിൽ എന്റെ കടമ ഞാൻ പൂർത്തീകരിച്ചു റബ്ബേ എന്ന് പറയാൻ ഞാൻ അധ്വാനിക്കുന്നു എന്ന് ചിന്തിക്കുമ്പം നമ്മുടെ ജീവിതത്തിലെ നിരാശ നഷ്ടപ്പെടും. അതാണ് റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും, ഇദാ അൻഫഖർ റജുലു അലാ അഹ്ലിഹി യഹ്തസിബുഹാ ഫഹുവ ലഹു സദഖത്തുൻ. ആ പെണ്ണിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാണ് ചെലവഴിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതൊരു സദഖ ചെയ്തവനായി അല്ലാഹു നിങ്ങൾക്ക് പകരം തരും. അവളെ ഇന്ന് പ്രതീക്ഷിക്കണം. നല്ല റബ്ബ് പറയുന്നത് ചെയ്തു കൊടുത്തതിനൊന്നും ദുനിയാവിൽ കണക്ക് പറഞ്ഞ് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ദുനിയാവ് അങ്ങനെയാ, നല്ലത് ചെയ്താൽ തിരിച്ച് ചീത്തേ കിട്ടും. ഒരുപക്ഷെ അതൊരു പരീക്ഷണാവാം, ഒരുപക്ഷെ ചിരിച്ചാൽ തിരിച്ചു കിട്ടുന്നത് പോലും പകയും വെറുപ്പും ആവാം. അതുകൊണ്ട് സ്നേഹം നമ്മളിൽ നിന്ന് കൊടുത്തിട്ടില്ല എന്ന് പരാതി പറയാത്ത നിലക്ക് ആ സ്നേഹം കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം.